ഞങ്ങളൊന്ന് പുറത്തു പോവാ, നീ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. കേൾക്കേണ്ട താമസം ഞാൻ ചാടിക്കയറി വണ്ടിയിലിരുന്നേ. ഡ്രസ്സ് പോലും മാറിയില്ല, വണ്ടിക്കകത്തല്ലേന്ന് ഓർത്തു കേട്ടോ. അതും കാഞ്ഞിരപ്പള്ളി ചുമ്മാ ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഇന്ന് ദേശീയ പണിമുടക്കിൻ്റെ ദിവസമായിരുന്നേ. അപ്പോൾ കടകളൊക്കെ അവധിയായിരുന്നു. പിന്നെ 5:30 ആ സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഓരോരോ കടകളായിട്ട് ഇങ്ങനെ തുറന്ന് വരുന്നുണ്ടായിരുന്നേ. എനിക്കറിയില്ല ഇനി 6 മണി വരെയുള്ളൂ പണിമുടക്കെന്ന് കേട്ടോ. അപ്പോൾ ഒരുപാട് കടകളൊന്നും തുറക്കുന്നില്ല. നമ്മുടെ അവശ്യ സാധനങ്ങൾക്കുള്ള കടകളില്ലേ, പച്ചക്കറി, ബേക്കറി, അങ്ങനത്തെയൊക്കെ ഓരോരോ കടകളായിട്ട് തുറക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ നമുക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കണമായിരുന്നു കേട്ടോ നാളത്തേക്ക് വേണ്ടി. അപ്പോൾ അതിനും കൂടെയാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ നമ്മൾ അണ്ണച്ചിയുടെ കട വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അവിടെയും കയറിയിട്ടോ. അവിടെ കട്ട പോസ്റ്റ് അടിച്ച് ഒരു അരമണിക്കൂർ ഇരിക്കേണ്ടി വന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു കേട്ടോ എനിക്ക് വരേണ്ട കാര്യമില്ലെന്ന്. എനിക്കിങ്ങനെ കാറിൽ തന്നെ ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതാ നമുക്ക് കുറച്ച് പച്ചക്കറിയും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഒരു പച്ചക്കറിക്കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചേ. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മാങ്ങയുടെ ഓർമ്മ വന്നത്. എന്തെന്നില്ലാത്തൊരു കൊതി തോന്നിയിട്ടോ. പിന്നെ അവിടെ മാങ്ങ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറൊരു പച്ചക്കറിക്കടയിൽ പോയി നോക്കിയപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി മൂവാണ്ട മാങ്ങയൊക്കെ ഇരിക്കുന്നു ഗൈസ്. വിടുവോ ഞാനൊരു 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. നല്ല വിലയാണ് സംഭവത്തിന്. പിന്നെ ഇതാ കാറിൽ ഇരുന്നിട്ട് എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ ആദ്യം തന്നെ അത് മുറിച്ച് ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിച്ചു കേട്ടോ. പണ്ട് തൊട്ടേ എൻ്റെ ഒരു ക്രേസാണ് ഈ മാങ്ങ, ചാമ്പയ്ക്ക എന്നൊക്കെയുള്ള സാധനം കേട്ടോ. എവിടെ കണ്ടാലും ഞാൻ വിടില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.